വീണ്ടും സൈന്യം രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. പൂഞ്ചിൽ 2 എണ്ണത്തിനെ കൂടി ചാമ്പി എന്നാണ് കേൾക്കുന്നത്. എന്താണ് സംഭവം? അതായത് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ആക്രമണത്തിൽ പങ്കെടുത്തവരെ തിരയാൻ വേണ്ടി സൈന്യം ഓപ്പറേഷൻ മഹാദേവ് നടത്തിയിരുന്നു. അതെ. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ 3 പേരെ സൈന്യം വധിച്ചു. അതെ. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്നും 2 പേരെ പൂഞ്ചിൽ, കൃത്യം പറഞ്ഞാൽ അവിടെ ഈ സംശയാസ്പദമായി കണ്ട 2 പേരെ അവരുടെ നീക്കങ്ങൾ സൈന്യം നിരീക്ഷിച്ചപ്പോൾ എന്തോ പന്തികേട് തോന്നി. പിന്നീട് അവർ സൈന്യത്തിന് നേരെ വെടിയുതിർത്തു, തിരിച്ച് വെടിവെച്ചു. അങ്ങനെ 2 പേരും തീർന്നു എന്നുള്ളതാണ് വിവരം. ഈ 2 പേർക്ക് ഈ പഹൽഗാമുമായിട്ട് എന്തെങ്കിലും അത് വിവരങ്ങൾ പുറത്തു വരാൻ ഇത് നടന്നിട്ട് അധികം നേരമല്ല. ഇന്ന് രാവിലെ നടന്ന സംഭവമാണ്. സമയമെടുക്കും. ഇവരാരാണ്, എന്താണ് അവരുടെ പേര്, വിവരങ്ങൾ മറ്റൊന്നും പുറത്തു വന്നിട്ടില്ല. അതായത് സൈന്യത്തിൻ്റെ വൈറ്റ് നൈറ്റ് കോപ്സ് എന്ന് പറയുന്ന സംഘമാണ് ഈ ദൗത്യം നിർവഹിച്ചത്. അതായത് നിലവിലെ വിവരങ്ങൾ പ്രകാരം അതായത് നുഴഞ്ഞുകയറ്റക്കാരായിരിക്കണം. അപ്പോൾ അവരെ സൈന്യം നിരീക്ഷിച്ചു. അവരുടെ നീക്കങ്ങളിൽ സൈന്യത്തിന് സംശയം തോന്നി. അവർ സൈന്യം വളയുന്നത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും അവർ പ്രതിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ സൈന്യം തിരിച്ച് വെടിവെച്ചു. അങ്ങനെ 2 പേരും തീർന്നു എന്നുള്ളതാണ് വിവരം. അപ്പോൾ ഇത് ഓപ്പറേഷൻ മഹാദേവിൻ്റെ ഭാഗമാണോ അല്ലയോ, അല്ലെങ്കിൽ ഇവർ ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ഇവർക്ക് ബന്ധമുണ്ടോ, അതോ ഇവർ ഏതെങ്കിലും തീവ്രവാദ സംഘടനയുടെ ബന്ധത്തിലുള്ളവരാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്ന മണിക്കൂറുകളിൽ വെളിവാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഓപ്പറേഷൻ മഹാദേവ് അത് ഒരു ഒറ്റ ഇൻസിഡൻ്റ് ആകാൻ സാധ്യതയില്ല. അതുമായി ബന്ധപ്പെട്ട് അതായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 3 പേരെയാണ് നമ്മൾ ഇതുവരെ പിടികൂടിയത്. പക്ഷേ ഈ 3 പേർ മാത്രമാണോ, ഇനിയും അത് കൂട്ടത്തിൽ വേറെ ആൾക്കാരുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനി സ്ഥിരീകരണം വരണം. ഇവർക്ക് സഹായം ചെയ്തവരുണ്ടാകണം. ഇത് വിപുലമായൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അപ്പോൾ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത മറ്റ് ആൾക്കാരെ നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 2 സാക്ഷികളെ മാത്രമാണ് നമുക്ക്, അല്ലെങ്കിൽ ഇവരെ സഹായിച്ച 2 പേരെ കൂട്ടുപ്രതികളെ മാത്രമാണ് നമുക്ക് ജീവനോടെ ഉള്ളത്. അപ്പോൾ അവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ, മറ്റു വിവരങ്ങൾ ശേഖരിക്കുന്നതിലൂടെ ഈ ഓപ്പറേഷൻ മഹാദേവ് ചിലപ്പോൾ വിപുലീകരിക്കേണ്ടി വരുമായിരിക്കും. അതിനെക്കുറിച്ച് അറിയില്ല. ഏതായാലും ഇന്നലെയാണ് നിർണായകമായ സംഗതി ഉണ്ടായത്. അതായത് ഓപ്പറേഷൻ മഹാദേവ് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വനമേഖലയിൽ, നമ്മുടെ ബൈസരൻ വാലിയിലാണ് ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നത്. ആ ബൈസരൻ വാലിയിൽ തന്നെയുള്ളൊരു വനമേഖലയിൽ ഒളിച്ചു കഴിയുകയായിരുന്ന 3 ഭീകരരെയാണ് ഇന്നലെ നമ്മൾ വധിച്ചത്. അപ്പോൾ അതിൽ നിർണായകമായത്, അതായത് ഏപ്രിൽ 22-നാണ് ഈ പഹൽഗാമിൽ കൂട്ടക്കൊല ഉണ്ടായത്. അതിനുശേഷം ഇവർ തന്ത്രപരമായി അവിടുന്ന് രക്ഷപ്പെട്ട് വനമേഖലയിലേക്ക് കടന്നു. സൈന്യത്തിനോ പോലീസിനോ ഇവരെ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ ഇവർ ഉപയോഗിച്ച ഒരു സാറ്റലൈറ്റ് ഫോണിൻ്റെ സിഗ്നൽ കൃത്യം 1 മാസത്തിന് ശേഷം മെയ് 22-ന് ഇങ്ങനെ ഒരു സാറ്റലൈറ്റ്, ഒരു ഡിവൈസ് വനമേഖലയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വിവരം, അല്ലെങ്കിൽ അതിൻ്റെ സൂചന സൈന്യത്തിന് കിട്ടി. പക്ഷേ അത് ട്രാക്ക് ചെയ്യാൻ സൈന്യത്തിന് സാധിച്ചില്ല. കാരണം ഇതൊരു ഹൈ എൻഡ്, അതായത് ഉന്നത സാങ്കേതിക നിലവാരമുള്ള ഒരു ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണാണ്. അപ്പോൾ അതിൻ്റെ ഡിജിറ്റൽ മാപ്പിംഗ് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അപ്പോഴും ഇവരുടെ ലൊക്കേഷൻ, മറ്റു കാര്യങ്ങളൊന്നും സൈന്യത്തിന് കിട്ടിയിരുന്നില്ല. കഴിഞ്ഞ മെയ് 22-നാണ് ഈ സിഗ്നൽ കിട്ടിയത്. അപ്പോൾ അതിനുശേഷം ചില ആട്ടിടയന്മാർ സൈന്യത്തിന് നിർണായക വിവരം കൊടുത്തു എന്നുള്ളതാണ്. അതായത് വനമേഖലയിൽ സംശയാസ്പദമായി ചിലരെ കണ്ടു എന്നുള്ള വിവരമാണ് ആട്ടിടയന്മാർ കൈമാറിയത്. അപ്പോൾ ആ മേഖലയിൽ സൈന്യം തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോഴും ഇവർ കൃത്യമായി ഒളിയിടത്തിൽ കഴിയുകയായിരുന്നു. ആ വിവരങ്ങളൊന്നും സൈന്യത്തിന് കിട്ടിയില്ല. പക്ഷേ കഴിഞ്ഞ 20-ാം തീയതി വീണ്ടും ഈ റേഡിയോ ഫോൺ വീണ്ടും പ്രവർത്തന സജ്ജമായി അതിൻ്റെ വിവരങ്ങൾ കിട്ടിയപ്പോൾ നമ്മൾ ആ കൃത്യം ലൊക്കേഷൻ, ആ മേഖല ഏതാണെന്ന് തിരിച്ചറിഞ്ഞു. അവിടെ ആ ഭാഗം കേന്ദ്രീകരിച്ച് തെരച്ചിൽ ആരംഭിച്ചു. വിപുലമായ സംഘം, അതായത് സൈന്യമുണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു, കമാൻഡോ സംഘം ഉണ്ടായിരുന്നു. വിപുലമായ സംഘം രൂപീകരിച്ചാണ് തെരച്ചിൽ നടത്തിയത്. അപ്പോൾ ആദ്യം നമ്മൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇവരുടെ സ്ഥലം ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കി അതിനുശേഷം അവിടേക്ക് ചെന്നു. ഇവരുമായിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടായിന്ന് വാർത്തകൾ വരുന്നു. മറ്റൊരു വാർത്തകൾ വരുന്നത് രാത്രി സമയത്താണ് ഈ സൈനിക ഓപ്പറേഷൻ നടന്നത്. ആ സമയത്ത് ഇവർ ഉറക്കമായിരുന്നു. അങ്ങനെ ഇവരെ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ് വിവരം വരുന്നത്. മറ്റൊരു വിവരം വരുന്ന പരസ്പരം ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ വരുന്നു. ഒരു തീവ്രവാദി വെടിയേറ്റ് അയാൾ രക്ഷപ്പെടാൻ നോക്കി, പക്ഷേ അയാളെയും സൈന്യം അവസാനിപ്പിച്ചു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ തിരിച്ചറിയൽ നമുക്ക് പിന്നീടാണ് ഉണ്ടായത്. അതിൽ ഇവരുടെ മൃതദേഹങ്ങൾ ശ്രീനഗറിലേക്ക് എത്തിച്ച്, നേരത്തെ നമ്മൾ പിടികൂടിയ 2 സഹായികളുണ്ടല്ലോ, അവരെ എത്തിച്ച് ഇവർ തന്നെയാണ് ആ കൂട്ടർ എന്നുള്ളത് തിരിച്ചറിഞ്ഞു. അതുകൂടാതെ NIA അന്വേഷണ സംഘം സ്ഥലത്തെത്തി. അവരും തിരിച്ചറിയൽ കാര്യങ്ങൾ നോക്കി. അങ്ങനെ ഈ 3 പേരും പഹൽഗാമിൽ ആ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായ 3 പേരാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ സുലൈമാൻ എന്ന് പറയുന്നയാൾ,
അയാളാണ് ഇതിൻ്റെ നേതാവ്. അയാൾ ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡൻ്റാണ്. മറ്റ് 2 പേര്, ഒരാളുടെ പേര് അഫ്ഗാനി, ഒരാളുടെ പേര് ജിബ്രാൻ. ഈ 2 പേരും ഈ തീവ്രവാദ കേന്ദ്രത്തിലെ പങ്കാളികളാണ്, അല്ലെങ്കിൽ തീവ്രവാദികൾ തന്നെ. ഈ ആളുടെ കൂടെ പ്രവർത്തിക്കുന്ന 2 പേരാണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷവും ചില നിർണായക നടപടികൾ നമ്മൾ അതായത് ഈ ഭീകരവാദികളാണ്, പാകിസ്ഥാനിൽ നിന്ന് വന്നതാണെന്നുള്ളതിന് തെളിവ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഇവർ ഉപയോഗിച്ച തോക്കിൽ നിന്നുള്ള തിരകളും പഹൽഗാമിൽ നിന്ന് കണ്ടെത്തിയ അവശിഷ്ടങ്ങളും ക്രോസ് മാച്ച് ചെയ്തു. അത് സംബന്ധിച്ച് ഒരു ഫോറൻസിക് റിപ്പോർട്ടും അതേപോലെ തന്നെ ബാലിസ്റ്റിക് റിപ്പോർട്ടും നോക്കിയപ്പോൾ ഇത് രണ്ടും മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ തന്നെയാണ് അവർ എന്നുള്ള ഉറപ്പാക്കി. ഇതുകൂടാതെ ഇവരിൽ നിന്ന് കണ്ടെത്തിയ ചില സാധനങ്ങൾ, ഇവരുടെ 2 പേരുടെ കയ്യിൽ നിന്ന് പാകിസ്ഥാൻ തിരിച്ചറിയൽ കാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവർ ഉപയോഗിച്ച ആയുധങ്ങൾ അത് പാകിസ്ഥാനിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കി. ഇവർ കഴിക്കാൻ ഉപയോഗിച്ച ചോക്ലേറ്റ് പാകിസ്ഥാൻ്റെ മെയ്ഡ് ഇൻ പാകിസ്ഥാൻ ആണെന്ന് മനസ്സിലാക്കി. ചോക്ലേറ്റ് അതായത് വനത്തിൽ കഴിയല്ലേ, ഭക്ഷണം വേണമല്ലോ. അപ്പോൾ ഇവർ ചോക്ലേറ്റൊക്കെ കരുതിയിരുന്നു. അപ്പോൾ അതും മെയ്ഡ് ഇൻ പാകിസ്ഥാൻ ആണെന്ന് മനസ്സിലായി. ഇതിൽ ഈ സുലൈമാൻ എന്ന് പറയുന്നയാൾ മുൻ പാക് സൈനികനാണെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അയാൾ അതിനുശേഷം ലഷ്കർ ഇ തോയ്ബയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ 3 പേരെ, അതായത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഈ 3 പേരെ ഇപ്പോൾ അത് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷമടക്കം ആക്ഷേപം ഉന്നയിച്ചിരുന്നു, ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയവരെവിടെ. അപ്പോൾ അവരെ 3 പേരെ നമ്മളിപ്പോൾ പിടികൂടി അവരെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2 പേരെ കൂടി പൂഞ്ചിൽ ഇപ്പോൾ ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്ന 2 പേരെ കൂടി സൈന്യം വധിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ഈ പഹൽഗാം ഭീകരാക്രമണവുമായിട്ട് അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഗൂഢാലോചനയിലെ പങ്കാളികളാണോ അവർ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നിലവിൽ അവരെ നുഴഞ്ഞുകയറ്റക്കാരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൈന്യം അവരെ നിരീക്ഷിച്ചപ്പോൾ അവർ ആക്രമണം നടത്തി, സൈന്യം തിരിച്ചടിച്ചു, അവരെ വധിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ, അതായത് നമ്മൾ സംശയിക്കുന്ന പോലെ ഇവരും അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇവരുടെ ഐഡൻറ്റിറ്റി, ഇവരുടെ പേര് വിവരങ്ങൾ മറ്റതും ഇവർ പാകിസ്ഥാനിൽ നിന്ന് ഒഴിഞ്ഞു കയറിയവർ തന്നെയാണോ എന്നുള്ള വിവരങ്ങളുമൊക്കെ വരുന്ന മണിക്കൂറുകളിൽ അറിയാമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ, ഈ സ്ഥിരീകരണങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ രാവിലെ അല്ലേ ഇവരുടെ മരണം സ്ഥിരീകരിച്ചത്, ഈ ഭീകരരുടെ ഇതിന്റെ സ്ഥിരീകരണമൊക്കെ വരുമ്പോൾ എന്തായാലും പാകിസ്ഥാൻ ഇതിന് മറുപടി പറഞ്ഞേ മതിയാകും അല്ലേ? കാരണം പഹൽഗാം ഭീകരാക്രമണത്തിൽ ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് കൈമലർത്തിയ പാകിസ്ഥാന് ഇക്കാര്യത്തിൽ എന്തായാലും മാറി നിൽക്കാൻ കഴിയില്ല. അപ്പോൾ എന്തായിരിക്കും പാകിസ്ഥാൻ ഇതിന് മറുപടി നൽകുമ്പോൾ? കാരണം ഇന്ത്യയായിട്ടുള്ള നയതന്ത്ര ബന്ധം വലിയ രീതിയിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോഴാണ് ഈ ഭീകരരെയൊക്കെ പിടിക്കുന്നത്. അല്ല, ഇതിനു മുമ്പ് കാർഗിൽ യുദ്ധം നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. എത്രയോ പാക് സൈനികരെയാണ് കാർഗിൽ നുഴഞ്ഞു കയറിയതിൻ്റെ പേരിൽ അവർ കൊല്ലപ്പെട്ടത്. പക്ഷേ അവർ മരിച്ചു കഴിയുമ്പോൾ അവർ ഞങ്ങളുടെ ആൾക്കാരല്ല എന്ന് പറയുന്ന നിലപാടുള്ള രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അതായത് സൈനികർ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമ്മുടെ എത്ര വലിയ ശത്രുവാണേലും ശരി, സൈനികർ കൊല്ലപ്പെടുമ്പോൾ അത് ആ രാജ്യത്തിൻ്റെ രക്തസാക്ഷികളാണ്. പക്ഷെ ആ ഒരു പരിഗണന പോലും കിട്ടാറില്ല പാകിസ്ഥാനികൾക്ക്. അപ്പോൾ അത്തരത്തിൽ നിലപാടെടുക്കുന്ന പാകിസ്ഥാൻ ഇത് ഏറ്റെടുക്കുമെന്നാണോ കരുതേണ്ടത്? ഇതിപ്പോൾ ഈ ഒരു കൊല്ലപ്പെട്ടയാൾ മുൻ പാക് സൈനികനാണെന്ന് പറയുന്നത് നമുക്കറിയില്ല. സൈന്യം തന്നെ ഇയാളെ നിയോഗിച്ചതാണോ, ഇവിടുത്തെ രഹസ്യ ഓപ്പറേഷന് വേണ്ടി നമുക്കറിയില്ല. അത് പാകിസ്ഥാൻ ഒരിക്കലും അംഗീകരിച്ച് തരത്തുമില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ തെളിവുകളുണ്ട്. അത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്താൻ പറ്റും. പാകിസ്ഥാൻ അത് അംഗീകരിച്ച് തരുമെന്ന് തോന്നുന്നില്ല.